ആശാനെ എന്താടാ നിങ്ങളുള്ളതാ മറ്റേ കള്ളുമേരിയുടെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചിട്ടാ? ആ എന്താന്നറിയില്ല, കയ്യിലൊരു തുണിയൊക്കെ ഉണ്ട്, കൂടെ കുറെ ആൾക്കാരും. എന്നാ പിന്നെ നേരത്തെ പറയല്ലടാ. ഇയാളുടെ ഒരു തോക്കും ഒടുക്കത്തെ വെടിവെപ്പും കിടന്നോടാ ഞാൻ. ആശാനോട് മാറിക്കടാ. എടാ മേരി പേടിയുണ്ട്. മേരി കുളി കഴിഞ്ഞ് തുണി മാറി. അയ്യോ അമ്മേ ആശാനേ ഇതാണല്ലേ ഷോർട്ട് കട്ട്. ഓ നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? അല്ല, ഇത് എന്റെ പുതപ്പല്ലേ? നിനക്കിത് എവിടെ നിന്ന് കിട്ടി? രാവിലെ തുണി കഴിയപ്പോ ഞാനിത് എവിടെയെല്ലാം തിരക്കിന്നറിയോ? അതന്നെ എനിക്ക് അറിയേണ്ടത്. നിന്റെ ഈ പുതപ്പ് എങ്ങനെ എന്റെ വീട്ടിലെത്തിയത്? എന്താടി എന്താ പ്രശ്നം? ഓ വന്നോ? രാവിലെ തന്നെ ഈ തോക്കും പൊക്കി പിടിച്ച് ആര് വെടിവെക്കാൻ പോയതാ മനുഷ്യ? എടി ഞാൻ കൊക്കിനെ വെടി വെക്കാൻ. നിങ്ങളുടെ ഒരു സത്യം പറ മനുഷ്യ, ഇവളെ ബെഡ്ഷീറ്റ് എങ്ങനെ നമ്മളെ വീട്ടിൽ വന്നത്? നീ ഇതിനാണോ രാവിലെ ഇത് പൊക്കി പിടിച്ചോണ്ടിങ്ങോട്ട് വന്നത്? നിന്റെ ഒരു കാര്യം കിടന്ന് ഉരുണ്ട് കളിക്കല്ലേ? മര്യാദക്ക് സത്യം പറഞ്ഞോ. നിങ്ങൾ അറിയാതെ അത് അവിടെ വരില്ല. എടി ഞാനത് ഇന്നലെ പന്നീനെ വെടിക്കാൻ വേണ്ടി പോയില്ലേ രാത്രി? പന്നീനെയാണോ അതോ എന്നിട്ട് വെടി വെച്ചാ വെച്ചു, പക്ഷെ കൊണ്ടില്ല. എന്നിട്ടെന്താ? വെടി കൊണ്ടില്ലല്ലോ. ഞാൻ നോക്കുമ്പോഴത്തേക്ക് പന്നീന്റെ മുഖമൊക്കെ അങ്ങ് ചോന്ന് തൊടുത്തിരിക്കുക, ദേഷ്യം പിടിച്ചിട്ടേ. പിന്നെ ഒരു 1.5 മണിക്കൂർ ഞാനും മേരിയും തമ്മിൽ, അല്ലല്ല ഞാനും പന്നിയും തമ്മിൽ ഭയങ്കര യുദ്ധമായിരുന്നില്ലേ. പിന്നെ ദേഷ്യം പിടിച്ചവരെ എനിക്ക് എന്റെ സ്വഭാവം അറിയില്ലോ. ഒന്നും നോക്കില്ല, താലങ്ങ വല്ലതും കാഴ്ച കൊന്നില്ലേ. അതിനല്ലേ നമ്മൾ ഇന്ന് രാവിലെ കറി വെച്ച് കൂട്ടി തന്റെ പൊന്നേ. അതൊക്കെ ശരി, പക്ഷെ ഈ ബെഡ്ഷീറ്റ് എങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നതെന്ന് എനിക്കറിയണം. നിങ്ങൾക്ക് എന്താ നമ്മുടെ വീട്ടിലെ ബെഡ്ഷീറ്റ് പറ്റത്തില്ലേ? എടി ഞാൻ പറഞ്ഞില്ലേ, പന്നിമേ മലപ്പിടുത്തം പിടിച്ചപ്പോ മേരിയാ മുണ്ടാന്നത്, അതിലാകെ ചളിയായിരുന്നില്ലേ. അതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് നിങ്ങൾ ഇവളുടെ വീട്ടിൽ തന്നെ വന്ന് കയറിയത്? എടി അതിപ്പോ എനിക്ക് പറയാൻ പറ്റുമോ പന്നീനോട്? മേരിയുടെ വീട് അവിടെയുണ്ട്, അതിലോടണ്ട, നമ്മുടെ വഴി ഓടേ മതിയെന്ന്. അപ്പോ ആ രാത്രിക്ക് നിങ്ങൾ തുണിയില്ലാട്ടോ മനുഷ്യ ആ വീട്ടിൽ ചെന്ന് കേറിയത്? അതാണല്ലോ പതിവ്. എന്റെ കർത്താവേ. എടി അത് പിന്നെ എന്നാ പിന്നെ ഈ ബെഡ്ഷീറ്റിന് പകരം നിങ്ങൾക്കൊരു മുണ്ട് വാങ്ങി കൊടുത്തൂടായിരുന്നോ? അത് മുണ്ടാന്ന് ഞാൻ ഉടുത്തത്. അല്ല അല്ല, രാത്രി ആയതുകൊണ്ട് മനസ്സിലായില്ല മുണ്ടാന്നോ ബെഡ്ഷീറ്റാണോ എന്ന്. അല്ലേ മേരി? നിങ്ങളുടെ മുണ്ട് ഞാനിവിടെ കഴുകിയിട്ടിട്ടുണ്ട്, വേണേ എടുത്തിട്ട് പോ. ഓഹോ. മേരി എന്താടാ പോയി എന്നെ ഇതുപോലെ വെടിവെക്കാൻ പഠിപ്പിക്കാമോ? ഞാൻ വെടിവെച്ചതിന് ക്ഷീണം തീർത്തില്ല, അപ്പോഴാ അവന്റെ വെടി. അവർക്ക് ആർക്കെങ്കിലും ജോഡി വീട്ടിലുള്ള അറിയോ? സാധ്യതയില്ല, ആരും അങ്ങനെ മുകളിലോട്ട് പോവാറില്ല. ഈ വീടിന് പുറത്തുള്ള ഒരാളും കുറച്ചു ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഉടനെ ഒരു പ്രാർത്ഥനയ്ക്കുള്ള സമയം കുറിക്കണം. ആ വീട് മുഴുവൻ ജാഗ്രത കാണിച്ചു തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. പതുങ്ങിയിരിക്കുന്ന മരണത്തിന്റെ മണം ഫാദർ ഗബ്രിയേൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അന്ന, ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് ഒരു ഇടം വരെ പോവാണ്. ഒരു പ്രാർത്ഥനയുണ്ട്. അന്നെ ഒന്ന് വീട്ടിലോട്ട് വെക്കോ? വീട്ടിലെ നമ്പർ എന്നാ വിളിപ്പിക്കാം. ശരി. കയ്യിലിനി 2 രാത്രികൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ.
ഓരോരുത്തർക്കായി കാത്തിരിക്കാൻ പിന്നെ സമയമുണ്ടായിരുന്നില്ല. ഒരിക്കൽ കൂടി ജൂഡുമായി സംസാരിക്കുന്നത് പോലും അപകടമായേക്കാം. അതുകൊണ്ട് ഇനിയുള്ള ഏത് നീക്കവും ഒരു കലാശപ്പോരിനുള്ളതായിരിക്കണം. സംഭവിക്കുന്നത് എന്തെന്ന് ആ വീട്ടുകാരോ അറിയും മുമ്പ് എല്ലാവരെയും കൊന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ ഉറപ്പിച്ചു. ജീവിതത്തിൽ ഒരിക്കലും ആലോചിക്കുക പോലും ചെയ്യാത്ത സാഹചര്യങ്ങളെ നേരിടുമ്പോഴും അതുവരെ ഇല്ലാത്തൊരു ധൈര്യവും ശക്തിയും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. എല്ലാം പ്ലാൻ പ്രകാരം നടന്നാൽ എൻ്റെ ജെസ്സിയെ ഒരു ദയയുമില്ലാതെ കൊന്നവരാരും നാളെ സൂര്യോദയം കാണില്ല എന്ന സന്തോഷം അത് മതിയായിരുന്നു എന്തിനും. അവിടെ വെച്ചേക്ക്. പക്ഷേ പഴുതുകളില്ലാത്ത പ്ലാനായിരുന്നു ഞങ്ങളുടേതെന്നത് വെറും തെറ്റിദ്ധാരണയായിരുന്നു. ഞാൻ ആരാണ് എന്ന ഒറ്റ ഉത്തരം കൊണ്ട് അതുവരെ ആ വീട്ടിൽ നടന്നതെല്ലാം അവർക്ക് പൂരിപ്പിക്കാമായിരുന്നു. നടപ്പിലാക്കാനുള്ള പദ്ധതികളെല്ലാം തുടക്കത്തിൽ ദയനീയമായി തകർന്നതറിയാതെ ഞാൻ അടുത്ത പടി കൂടെ കടന്നു.